കൃഷ്ണകുമാറിൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ ബിനാമിയായ ഒരാളെ എല്ലാ ജനാധിപത്യ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് BJP തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ അവരോധിച്ചു എന്നുള്ള BJPക്ക് അകത്തുനിന്നുള്ള ആക്ഷേപമാണ്, കോൺഗ്രസിന്റെ ആക്ഷേപമല്ല. BJPക്ക് അകത്തുനിന്നുള്ള ആക്ഷേപമാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, മറ്റേത് സ്ഥലത്താണെങ്കിലും BJP അച്ചടക്ക നടപടി സ്വീകരിക്കുമായിരുന്ന വലിയ രീതിയിലുള്ള പാർട്ടി വിരുദ്ധത എന്ന് പറയാവുന്ന സംസ്ഥാന ജില്ലാ നേതാക്കൾ ഒരുമിച്ച് വിമതയോഗം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അച്ചടക്ക നടപടി എടുക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം BJPയുടെ സംസ്ഥാന നേതൃത്വം പാലക്കാട് ദുർബലമായിരിക്കുന്നു, പാലക്കാടിന്റെ കാര്യത്തിൽ ദുർബലമായിരിക്കുന്നു. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, സന്ദീപ് വാര്യർ BJP വിട്ട് ഇറങ്ങിപ്പോന്നു. ആ സാഹചര്യം തന്നെയാണ് അവരെ ദുർബലമാക്കിയിരിക്കുന്നത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. കാരണം സന്ദീപ് വാര്യരുടെ മാതൃക അല്ലെങ്കിൽ വഴി പിന്തുടരാൻ ഇനിയും ആളുകൾ തയ്യാറാകുമോ എന്നുള്ള ഭയം കൊണ്ട് അവർക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റ് പണ്ടായിരുന്നെങ്കിൽ BJP എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് കൃത്യമായി അറിയുന്നയാളാണ് ഞാൻ. അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. പക്ഷെ താങ്കൾക്കെതിരെ നടപടിയെടുക്കുകയുണ്ടായില്ല. എനിക്കിത് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതിനുമ്പ് ഞാൻ രാജിവെച്ച് ഇറങ്ങിപ്പോയില്ലേ ഇത്. അല്ല, നടപടിയെടുക്കാനുള്ള ഭയം എന്ന് താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ ഭയം അങ്ങനെയെങ്കിൽ താങ്കളുടെ കാര്യത്തിലും BJP നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നല്ലേ? സുരേന്ദ്രന് ഭയമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയമായിരുന്നു. ഞാൻ അതിനുമുമ്പ് രാജിവെച്ചു, ഇറങ്ങിപ്പോന്നു. പ്രകാശ് ജാവ്ദേക്കർക്ക് JP നദ്ദയ്ക്കും എൻ്റെ രാജിക്കത്ത് ഇമെയിൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായി മാറുന്നത്, കോൺഗ്രസിൽ പോയി അംഗത്വം കൊടുക്കുന്നത്. ഞാൻ രാജിവെച്ച് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ പാലക്കാട് BJPയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ കാര്യകാരണങ്ങളാണ് സന്ദീപ് പറഞ്ഞത്. അതിനുള്ള മറുപടി. വേണു, ഇന്നലെ ഉള്ള പൊതുവെയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ ചാനലിലടക്കമുണ്ടായിരുന്ന വിലയിരുത്തലുകൾ എന്തൊക്കെയായിരുന്നു? പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാറിൻ്റെ നോമിനിയാണ്, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെ സ്വാർത്ഥതയുടെ ഫലമാണ്, അതുകൊണ്ട് പാലക്കാട് BJPയിൽ വളരെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്നു, ഒന്നുകിൽ പ്രശാന്ത് ശിവനെ പിൻവലിക്കും, പ്രശാന്ത് ശിവനെ പ്രസിഡൻ്റാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് BJP പിന്മാറും, അല്ലെങ്കിൽ 9 കൗൺസിലർമാർ അല്ലെങ്കിൽ 8 കൗൺസിലർമാർ ഉടനെ അവിടുന്ന് രാജിവെക്കും. അങ്ങനെ ആ നഗരസഭാ ഭരണം നിലനിർത്താൻ വേണ്ടി BJP പ്രശാന്ത് ശിവനെ ബലിയാടാക്കും. ഈ ഒരു ലെവലിലുള്ള നറേറ്റീവായിരുന്നു ഇന്ന് രാവിലെ വരെ എല്ലാ മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നത്. ഒന്നുകിൽ അവിടെ വിമതരെ രാജിവെച്ചു പോകും, അല്ലെങ്കിൽ ഇത് സംഭവിക്കും. പക്ഷേ ഇതെന്തെങ്കിലും സംഭവിച്ചോ? അൾട്ടിമേറ്റ്ലി തീർച്ചയായും ഒരു വലിയ പാർട്ടിയാണ്, അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ്, ഭരണകക്ഷിയാണ്. അതിൻ്റെ അകത്ത് ധാരാളം ആൾക്കാരുണ്ട്, വിവിധ അഭിപ്രായങ്ങളുള്ളവരുണ്ട്, അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്, എല്ലാമുണ്ട്. അതിൽ ഒരു വിഭാഗം ആൾക്കാർ അവരുടെ നിലപാട്, അവരുടെ ആശങ്കകൾ അവർ പബ്ലിക്കായിട്ടും അല്ലാതെയും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ശിവരാജനടുത്ത് നിങ്ങളുടെ പ്രതിനിധിയുടെ മൈക്കിൻ്റെ മുമ്പിൽ നിന്നാണെന്ന് തോന്നുന്നു ശിവരാജൻ പറഞ്ഞു, ഞാനൊരെണ്ണം കണ്ടു. RSS പറഞ്ഞു, സംഘം പറഞ്ഞു, അവിടെ എല്ലാം അവസാനിച്ചു. സംഘം ആകാശത്തുനിന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടും. സംഘം പറഞ്ഞു, ഞങ്ങൾക്കതാണ് അൾട്ടിമേറ്റ്ലി. അതാണ് ഒരു പ്രവർത്തകൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സംഘം പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റാണ്. 5 വയസ്സും 10 വയസ്സും മുതൽ സംഘശാഖയിൽ പോയി അങ്ങനെ ആ സംഘശാഖയുടെ പച്ചമണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വളർന്നു വന്ന ഒരു സ്വയംസേവകൻ്റെ കമ്മിറ്റ്മെൻറ്റാണ് അതിൻ്റെ അകത്തൂടെ വന്നത്.